ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. നമ്മുടെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ്, മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ആണ്, ഫസ്റ്റ് പാർട്ട് യൂണിറ്റ് ടെസ്റ്റ് ആണ് 3ാമത്തെ പാഠത്തിൻ്റെ. അപ്പോൾ എല്ലാവരും മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠത്തിൻ്റെ ക്ലാസ്സുകളും കണ്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാ പാഠത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും, തൊഴിലും ഭാഷയും, തടിപിടി, കുതിര കെട്ടിക്കളി, ഈ പാഠത്തിൻ്റെയൊക്കെ ക്ലാസ് കണ്ടില്ലേ? അപ്പോൾ അതുമായി ആ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു പരീക്ഷയാണ്. അപ്പോൾ ക്ലാസ് ടെസ്റ്റിൽ യൂണിറ്റ് ടെസ്റ്റൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ടോട്ടൽ മാർക്സ് 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എല്ലാവർക്കും ആ കവിത എന്താണെന്ന് അറിയായിരിക്കും. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്, കവിതയുടെ ആശയമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം, പ്രവർത്തനം 2, തൊഴിലുകൾ പലവിധം. അല്ലേ, എല്ലാ തൊഴിലും ഒരുപോലെയാണോ? അല്ല അല്ലേ, പല വിധത്തിലുള്ള തൊഴിലുകളുണ്ട്. അപ്പോൾ കൂട്ടായി ചെയ്യുന്ന ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളാണ് എഴുതേണ്ടത്. അതായത് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാണ്, തനിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ്, രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം, തൊഴിലുമായി ബന്ധപ്പെട്ട 5 പഴഞ്ചൊല്ലുകൾ എഴുതുക. അറിയാലോ, നമ്മൾ ഇതെല്ലാം പാഠത്തിൽ തന്നെയുള്ള ചോദ്യങ്ങൾ. നമ്മൾ പാഠം നന്നായി പഠിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ലെസൺ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊഴിലുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും 5 പഴഞ്ചൊല്ലുകൾ, തൊഴിലുമായി ബന്ധപ്പെട്ട 5 പഴഞ്ചൊല്ലുകൾ എന്ത് ചെയ്യുക, എഴുതാനാണ് പറയുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് വീതം. അടുത്തത് 4ാമത്തെ പ്രവർത്തനമാണ്, പ്രവർത്തനം 4. എന്താണ് 4ാമത്തെ പ്രവർത്തനം? തടിപിടി എന്ന കവിതയുടെ സന്ദേശം എന്താണ്? എല്ലാവരും പാഠം കണ്ടു കാണുമല്ലോ. തടിപിടി എന്ന കവിതയുടെ ക്ലാസ് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് അല്ലേ. ക്ലാസ് കാണാത്ത കൂട്ടുകാരങ്ങൾ കാണുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കവിതയുടെ ആശയങ്ങൾ എപ്പോഴും നമ്മൾ കവിതയുടെയൊക്കെ ക്ലാസ്സാണ് നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മുടെ ചാപ്റ്റർ കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ നമ്മൾ ഉള്ളടക്കം ആശയമൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കവിതയുടെ സന്ദേശം എന്താണ്, ആ കവിത തരുന്ന മെസ്സേജ് എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ കവിത എന്ന് പറയുന്നത് തടിപിടി എന്ന കവിത എഴുതിയത് ആരാണ്? എഴുതിയ കവിയുടെ പേര് എഴുതാനാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? അതെ, എന്തിനാണ് പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? മനസ്സിലായല്ലോ. 3 ചോദ്യങ്ങളാണ്, 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 5ാമത്തെ പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ സന്ദേശത്തിനാണ് കേട്ടോ. സന്ദേശം എഴുതുന്നതിന് 3 മാർക്കാണ്. ബാക്കി 2 ഓരോ മാർക്ക് വീതം. 5ാമത്തെ പ്രവർത്തനം, നിങ്ങളുടെ ഒരു കളി അനുഭവം എഴുതുക. അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു കളി അനുഭവം, ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനമായിട്ട് വന്നിട്ടുണ്ട്, കളി അനുഭവം എഴുതാനൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കളി അനുഭവം എഴുതാനാണ് പറയുന്നത് കേട്ടോ. 5ാമത്തെ പ്രവർത്തനം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 6ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ്. പിന്നെ ആദ്യം വായിക്കാം എന്താ വരികളെന്ന്. കാക്കയിരിക്കുന്നു കാഞ്ഞിരക്കൊമ്പിന്മേൽ, കാക്ക 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 പാടിയിടുന്നു. കോഴിയിരിക്കുന്നു കോലായ തിന്നമേൽ. അടുത്ത വരി എഴുതണം, അതായത് കോഴിയുടെ ശബ്ദമാണ് എഴുതേണ്ടത് കേട്ടോ. തത്തയിരിക്കുന്നു താണ മരത്തിന്മേൽ. അടുത്ത വരി നമ്മൾ ഫില്ല് ചെയ്യാനാണ്. ചാഞ്ഞ മരത്തിന്മേൽ മഞ്ഞക്കിളിയതാ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ്, ഒരു വരികളാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ വരിക്ക് ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് വീതം. 6ാമത്തെ പ്രവർത്തനം. അടുത്തത് 7ാമത്തെ പ്രവർത്തനം, വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിൽ ചെയ്യുന്നവർ വേണം? വീടുണ്ടാക്കുന്ന നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതിൽ എന്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർ വേണം ഒരു വീടുണ്ടാക്കി പൂർത്തിയാക്കാൻ എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 8ാമത്തെ പ്രവർത്തനം, തൊഴിലും ഭാഷയും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അതായത് തൊഴിലും ഭാഷയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയാണോ, നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്.
മൊത്തം എത്ര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു? 8 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് എടുത്ത് കാണാതെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആദ്യം പാഠം നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പാഠത്തിന്റെ ക്ലാസ്സുകൾ കാണുക, പാഠം മനസ്സിലാക്കിയ ശേഷം യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആൻസർ എഴുതി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് ഉത്തരങ്ങൾ ഉൾപ്പെടുത്താതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഉത്തരം മാത്രം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചിന്തിച്ച് ഉത്തരം എഴുതുമ്പോഴാണ് നമുക്ക് എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്ന് എഴുതാൻ പറ്റുക. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്